ഹായ് പുതിയ ഈവനിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ആദ്യം പറഞ്ഞു ടുമാറോ ക്ലാസ് 60 നാളെ ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞാണെങ്കിൽ ഫുൾ ഇംഗ്ലീഷ് ഇപ്പൊ പറയണേ. ആൻഡ്രോസും ഇംഗ്ലീഷ് പറയുന്നുണ്ട്. I like you, Bruno. I like you, Bruno. I am testing. I am testing. I am very Sachin and Bruno. Look at it like. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് മാത്രമായിരിക്കും. പിന്നെ ഇന്നത്തെ വിശേഷം മതി. ആൻഡ്രോസ് സ്കൂളിൽ പോയിട്ടില്ലേ? ആൻഡ്രോസ് സ്കൂളിൽ പോയിട്ടില്ലേ? ആൻഡ്രോസ് വിശേഷം മതി. Beautiful love. Thank you. School is beautiful. School nice. ആർണോസിന് നാളെ ക്ലാസ് ഉണ്ട് ഗൈസ്. ആർണോസിന് നാളെ സ്കൂളുണ്ട്. ആർണോസിന് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. എന്താ കാരണം ചോദിച്ചപ്പോ ആർണോസ് പറയാ കളർ ഇടാം, കളർ ബുക്ക് ഉണ്ട്, പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാം. അല്ല ഫ്രണ്ട് വിത്ത് പ്ലേ ഉണ്ടാ. ഇംഗ്ലീഷിന്റെ കളി മാത്രമല്ല, രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇനി വ്ളോഗ് മുഴുവൻ ഇംഗ്ലീഷിലായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും വ്ളോഗ് മനസ്സിലാവണെങ്കിൽ. ആൻഡ്രോസ് ആർമോസ് ഇംഗ്ലീഷിലാണ് വ്ളോഗ് ചെയ്യാൻ പോണത്. അപ്പൊ എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചിട്ടിരുന്നോ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇംഗ്ലീഷുകൾ മാത്രമേ പറയുള്ളൂ. എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചിരിക്കുക. ആർമോസിന്റെ വ്ളോഗ് ഓക്കെ. പിന്നെ ഇന്നലെ പറഞ്ഞോണ്ടോ കഴിഞ്ഞ ദിവസം പോയിട്ടോണ്ടോ ഇന്നലെ രാവിലെ കിട്ടുന്ന ഇന്നലെ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. തിരക്കിലാവും. അത് കാരണം ഞങ്ങൾക്ക് ഇന്നലെ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര വിഷമത്തിലാവും എല്ലാവരും. ചേട്ടല്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എടുക്കാറുണ്ട്. നമ്മളില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞോ school Bamboo. എല്ലാവരും ഗിഫ്റ്റ് അയച്ചു. No. I am present. I teacher. നീ കഥ പറയണ്ട. കഥ പറയണ്ട. കഥ പറയണ്ട. Hey, Malayalam story. പറയണ്ട. No, English. ഇംഗ്ലീഷ് സ്റ്റോറി മുഴുവൻ പഠിക്കട്ടെ. മലയാളം സ്റ്റോറി പറ. Malayalam story. Tell. ആൻഡ്രോസ് is bad girl. Tell you. ഉഷാറായിട്ട് പറയാനുള്ളത് പറഞ്ഞിട്ടിരിക്കണേ. ഇതുവരെ ഉഷാറായിട്ടില്ല. ഇല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് അവൾ ഉഷാറായിട്ടില്ലേ. ടിവിയിലൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. നീ പറയണ്ട. അവള് കഥ പറയണ്ട. ടിവി ക്യാൻസൽ. പിന്നെ സ്കൂളിൽ പുതിയൊരു ഗെയിം പോകുന്നുണ്ട്. ഹിപ്നോട്ടൈസിങ് പറഞ്ഞിട്ട് പുതിയൊരു ഗെയിം ഒക്കെ കളിച്ചു തുടങ്ങിയിട്ട് പിള്ളേര് 10ാം ക്ലാസ്സിലൊക്കെ. 10ാം ക്ലാസ് കോളേജിലൊക്കെയാണ് കളിക്കുന്നത്. എന്നിട്ട് ഒരു 4 പേരൊക്കെ തലചുറ്റി വീണു. ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. തലചുറ്റി വേണം. അത് ഗെയിമായിട്ടാണ് അവർ പറയണത്. പക്ഷെ അതൊരു ഫേക്ക് ഹിപ്നോട്ടൈസിങ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ് ഡോക്ടർമാരൊക്കെ പറയണത്. ആ ഹിപ്നോട്ടൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കൊണ്ട് ക്ലോസൊക്കെ പിടിച്ചിട്ട് ശ്വാസോച്ഛ്വാസം വലിച്ചു വിടലൊക്കെ ചെയ്യും. അതല്ല വേറെ ഇവിടെ കയ്യച്ചു എന്നിട്ട് 5 ബ്രീത്ത് എടുത്തിട്ട് എണീക്കാൻ പറഞ്ഞു. ഒരു ചേട്ടൻ ഒറ്റ പിടിച്ചിട്ട് എണീക്കുമ്പോ അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ഗെയിം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് ജാതി റിസ്ക് ആണ്. അതിലെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം അവർ ഈ കഴുത്തിന്റെ അവിടെ ഒക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആ ബ്ലോക്ക് ചെയ്യുന്നത് ശരിക്ക് തലച്ചോറിലേക്കുള്ള ബ്ലഡ് വെസൽസ് ആണ്. അപ്പൊ ഈ തലച്ചോറിലേക്കുള്ള ബ്ലഡ് വെള്ളികൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് ബ്ലഡിൽ സർക്കുലേഷൻ നിന്നിട്ട് തലചുറ്റി വീണ്.
അപ്പൊ ഈ തലച്ചോറിലേക്കുള്ള ബ്ലഡിന്റെ ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ ബ്രെഡ് അല്ല ബ്ലഡ് ബ്ലഡിന്റെ ഫ്ലോ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അവിടുത്തെ സെൽസ് നശിക്കാനുള്ള പ്രശ്നം നശിക്കാനുള്ള കാരണമാകും. അങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ചിലവരൊക്കെ മയങ്ങി വീണ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ ഉണർന്നൊന്നും വരില്ല. അങ്ങനത്തെ റിസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പൊ ഉണർന്നു തമാശക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എപ്പോഴാണത് ഒരു കയ്യബദ്ധമായിട്ട് പോവാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ആരെങ്കിലും ഒക്കെ പിള്ളേരാണ് ചെയ്യുന്നെങ്കിൽ ശ്രദ്ധിക്കുക. അവര് തമാശക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇത് ഭയങ്കര റിസ്ക് പിടിച്ചുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ പണ്ടൊക്കെ നമ്മള് ചുമല് ചാടി നിന്നിട്ട് കണ്ണടച്ച് നിന്നിട്ട് ഓരോ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ പൊന്തണ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ യൂട്യൂബില് കുറെ പേര് കണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കുക. ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. ചിലപ്പോ അവരതിൽ നിന്ന് ചിലപ്പോ ഉണർന്ന് വരില്ല. ഓക്കെ, പരമാവധി ഇപ്പൊ എല്ലായിടത്തും അറിയുന്നുണ്ട്. പക്ഷെ അറിയാത്തവരുണ്ടാവും. അപ്പൊ അവര് തട്ടിപ്പോവില്ല. ചിലപ്പോ എങ്ങനെ തട്ടിപ്പോവാ, അല്ലെങ്കിൽ എന്തായിരിക്കും കോമ സിറ്റുവേഷനിൽ കിടക്കാം. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. തലച്ചോറിലേക്കുള്ള ബ്ലഡിന്റെ ഫ്ലോ ആണ് അവർ നിർത്തുന്നത്. ആ ഒഴുക്ക് നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. വീണ്ടും പറയുന്നു, ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പൊ ആരെങ്കിലും അങ്ങനെ കളിക്കണം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അർണസിനെ നമുക്ക് പറയുന്ന ഇഷ്ടപ്പെട്ട കഥയാണ്. അർണസിന് സ്കൂളില് ഇഷ്ടപ്പെട്ട കഥയാണ്. അർണസിന് ഉച്ചത്തെ ഭക്ഷണം എന്ന് പറയുന്നത് സ്കൂളിൽ നിന്നാണ്. ഭക്ഷണം ഇവിടുന്ന് മുതിരും പപ്പടം കൊണ്ടായി. അവിടെ നിന്ന് കടലും മോരും കഴിച്ചു. അർണസിന് സദ്യയാണ് കഴിച്ചിരുന്നു. ഒരുപാട് സന്തോഷമാണ് അർണസിന്. കടല മുതല ഒക്കെ അല്ലേ? ആ, വേറെ എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ? എൻഡസിന് വിശേഷം പറയണ്ട. എൻഡസിന് എന്താ പറയാനുള്ള വിശേഷം? വിശേഷം പറയണ്ട. അപ്പൊ ഇന്നത്തെ നിങ്ങളോട് അവസാനിക്കാം. Like, share, subscribe, comment. Bye. Bye.